എൻ്റെ ക്യൂട്ടീസ്. അപ്പോൾ വീണ്ടും ഒരു ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പിസ്താഷ്യയിൽ വെച്ചുള്ള ക്രാഫ്റ്റാണ്. അതിനുവേണ്ടി ഇങ്ങനെ മാസ്കിംഗ് ടൈപ്പ് ഈ കമ്പിയിൽ ഇങ്ങനെ വെച്ച് ലീഫ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. വലിയ ലീഫല്ല, കുഞ്ഞ് ലീഫാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഈ മൽബറിയിലും അങ്ങനെയൊക്കെ കാണുന്ന കുഞ്ഞ് ലീഫ്, അറ്റം ഇങ്ങനെ കുഞ്ഞ് ഈ ചെമ്പരത്തിലും കാണുന്ന പോലെ കണ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ പ്രത്യേകിച്ച് കാണിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ കമ്പി വെച്ച് ഇങ്ങനെ മാസ്കിംഗ് ടൈപ്പിൽ ഉണ്ടാക്കുക. ഇനി നമുക്ക് വേണം, നമ്മൾ സ്ട്രോബെറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം സ്ട്രോബെറിക്ക് പിസ്താഷ്യയിൽ വെച്ചാണ് ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഒട്ടിക്കാൻ നിങ്ങൾക്ക് അറിയാലോ. ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ച് 2 പിസ്താഷ്യൽ മാത്രം മതി ഒരു സ്ട്രോബെറി ഉണ്ടാക്കാം. അങ്ങനെ കുറേ സ്ട്രോബെറികൾ ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്തത്. അത് ഉണക്കാൻ വേണ്ടി ഞാൻ മറ്റേ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്ത്, കാരണം മറ്റേ ഈ ഗ്ലൂ വെച്ചിട്ട് ഒട്ടുന്നില്ലായിരുന്നു, അതുകൊണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ 3-5 സ്ട്രോബെറി ഉണ്ടാക്കാം. പണ്ടൊക്കെ പിസ്താഷ്യൽ വെച്ച് ഉണ്ടാക്കല്ല. ഇപ്പം കുറേ എണ്ണം പിസ്താഷ്യൽ വെച്ച് ഞാൻ കുറേ നാളെ വെച്ചിരിക്കുമല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കാമെന്ന് വെച്ചു. പിന്നെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് നമ്മുടെ വീഡിയോ അങ്ങനെ റീച്ച് ആകാത്ത, കാരണം നിങ്ങളാരും ഫുള്ള് കാണാത്തതുകൊണ്ടല്ലേ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ തൊലി ഫ്ലവർ അല്ല ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് എല്ലാവരും തൊലിപ്പല്ല ഉണ്ടാക്കുന്നത് പിസ്താഷ്യയിൽ വെച്ച്. പ്രാവശ്യം നമുക്ക് വെറൈറ്റി ഒരു വെള്ള ഫ്ലവർ ആയാലോ, ഒരു വൈറ്റ് കളറിലെ ഫ്ലവർ ഉണ്ടാക്കേണ്ട ഒരു ചെറിയൊരു കാർഡ്ബോർഡ് റൗണ്ടിൽ കണ്ടിച്ചെടുത്ത്, കാർഡ്ബോർഡല്ല പേപ്പറായാലും മതി. എന്നിട്ട് അതിന് ചുറ്റിനും ഈ പിസ്താഷ്യൽ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക കേട്ടോ. എൻ്റെ ശബ്ദം എങ്ങനെ അടഞ്ഞിരിക്കുന്നത്, എനിക്ക് ജലദോഷവും പനിയായിരുന്നു കേട്ടോ. ഇന്ന് വീഡിയോ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നില്ല, എന്നാൽ ഇച്ചിരി വീഡിയോ ഇടണ്ടെന്ന് വെച്ചാൽ പിന്നെ ഇങ്ങോട്ടേക്കാം. പക്ഷേ നമ്മുടെ വീഡിയോ ഈ ഹാർഡ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ കാണാത്തതിന് എനിക്ക് വിഷമമുണ്ട്. കുറച്ച് പേര് കാണുന്നുണ്ട്. പിന്നെ ഗിവേയുടെ കാര്യം മറന്നല്ല, ഞാൻ കുറച്ച് ഹെൽത്തൊക്കെ ആയി കഴിയുമ്പോൾ ശരിയാക്കും. അതുകൊണ്ട് ഞാൻ കൈ എടുത്തു. ഈ ഗ്ലൂ ഗണ്ണിൻ്റെ ഇതാ പ്രശ്നം, പെട്ടെന്ന് കൈ ഒട്ടിപ്പോവും. അപ്പോൾ ഇനി ഒന്നുകൂടെ ഞാൻ ഒട്ടിച്ചൊട്ടിച്ച് വെക്കുവാണ്. ഒട്ടിച്ചിട്ട് ക്ഷമ വേണം കേട്ടോ, എന്നിട്ട് കുറച്ച് നേരം വെക്കാം. അങ്ങനെ 2 ഫ്ലവർ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. പിന്നെ നമ്മുടെ സ്ട്രോബെറിയുടെ അത് ഉണങ്ങി കഴിയുമ്പം ഇതിന് റെഡ് കളർ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് റെഡ് കളറിൻ്റെ മുകളിൽ ബ്ലാക്ക് ഡോട്ട് ഇട്ടിട്ട് വെള്ളം ഇടാം. പക്ഷേ ഞാൻ ബ്ലാക്ക് ഇട്ടില്ല, അതിന് പകരം വെള്ളം കൊണ്ട് മാത്രമാണ് സ്ട്രോബെറി ഉണ്ടാക്കിയത്. പിന്നെ നമ്മുടെ ഈ സ്ട്രോബെറി താഴെയുള്ള ഒരു ചെറിയ പച്ച ഇലയെന്നല്ല, ഇല എന്തോടാ നമ്മൾ ഈ ചെമ്പരത്തിയുടെ ഒക്കെ ലീഫിൻ്റെ ചെമ്പരത്തിയുടെ ഫ്ലവറിൻ്റെ കാര്യം പഠിച്ചപ്പോൾ ഇതിന് കാര്യം ഉണ്ടായിരുന്നു. എന്തായിരുന്നു പേര് പറഞ്ഞത്? ഇനി അതാണ് ആ സാധനം. ഇനി നമ്മൾ വെള്ള കളറാണ് ഈ ഫ്ലവറിന് അടിക്കുന്നത്. നടുക്ക് വശത്ത് ഞാൻ യെല്ലോ കളറായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ യെല്ലോ കളറിൽ ഞാൻ നോക്കിയപ്പോൾ പണ്ടത്തെ ഒരു സോഫ്റ്റ് ക്ലേ ഉണങ്ങിക്കരിഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് ഇച്ചിരി കീറി കണ്ടിച്ച് ഒട്ടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ സ്ട്രോബെറിയുടെ ഇത് ഉണങ്ങിയ ശേഷം നമ്മളിനി ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്കും ഇട്ട ശേഷം അതിൻ്റെ വൈറ്റ് ഇട്ട്, ഞാൻ വൈറ്റ് മാത്രമേ ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. ആ 3-5 സ്ട്രോബെറി ഇതെല്ലാം കമ്പിയിലാണ്. കമ്പിക്കും പച്ച കളർ അടിക്കണം. ഞാൻ ആദ്യം അത് മറന്നുപോയായിരുന്നു. അപ്പോൾ നമ്മുടെ ഇതുണ്ടാക്കിയ സാധനം എന്തിനാണ്, നമ്മൾ സ്ട്രോബെറിയുടെ അടിയിലത്തെ ആ ഇല പോലത്തെ ഒരു സാധനമില്ല, അത് ഉണ്ടാക്കാനാണ്. അതും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ, ഇച്ചിരി വെച്ചിട്ട്. അങ്ങനെ കുറച്ച് ഒരു 3-4 സ്ട്രോബെറി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ വീഡിയോ എന്ന് എനിക്കറിയത്തില്ല. എന്തുകൊണ്ടാണ് വീഡിയോ നിങ്ങളാരും കാണാത്തതുകൊണ്ടാണോ, ഇച്ചിരി കാണണം വീഡിയോ കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മുടെ വൈറ്റ് ഫ്ലവറിൻ്റെ താഴെയും നമ്മുടെ അതുകൊണ്ട് കമ്പി ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ എല്ലാത്തിനെയും കൂടെ, പിന്നെ അതുപോലെ നമ്മൾ ലീഫ് കണ്ടിച്ചത് അത് മറന്നു പോയേക്കില്ലേ, ലീഫിന് നമ്മൾ കളർ അടിക്കണം. ഈ കുപ്പിയുടെ അടുപ്പെന്ന് പറയുന്ന മുകളിലത്തെ ഭാഗം കണ്ടിച്ചെടുത്ത് യൂസ് ചെയ്ത്, ഈ താഴത്തെ വശം കുറച്ച് നാളായിട്ട് പന്നയായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വെച്ച് കളയണം എടുത്തോണ്ടപ്പോൾ ഞാൻ വെച്ച് ഇതും കൊണ്ട് എന്തായാലും ഇതിൻ്റെ മുകളിലും പിസ്താഷ്യൽ ഉണ്ടാകും. ഞാനൊരു ഈ കല്ലുകൊണ്ട് നമ്മൾ ഈ ഫ്ലവർ പോട്ട് ഉണ്ടാക്കുക അതുപോലെ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് പിസ്താഷ്യൽ ഒട്ടിച്ചത്. അപ്പം ആദ്യമേ തന്നെ ഒരു ബ്ലാക്ക് കളർ അടിക്കേണ്ടതായിരുന്നു, പക്ഷേ അത് ഞാൻ മറന്നുപോയി. എന്തുവാ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി ബ്ലാക്ക് കളർ അടിച്ചേക്ക് കേട്ടോ. എന്നിട്ട് ഞാൻ ബ്ലാക്കും ഗ്രേ, ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഗ്രേ ഇല്ലായിരുന്നു. അപ്പോൾ ഗ്രേ കളറിന് ആദ്യം ബ്ലാക്ക് അടിച്ചപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല മുകളിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് അടിച്ച ശേഷം മുകളിൽ പിസ്താഷ്യലിന് ഗ്രേ അടിക്കണം. അതിന് ഞാൻ ബ്ലാക്കും വൈറ്റും കൂടെ മിക്സ് ചെയ്ത് ഗ്രേ ഉണ്ടായിരുന്നു. നമ്മുടെ കളർ എങ്ങനെയെങ്കിലും മിക്സ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ ബ്ലാക്കും വൈറ്റും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഗ്രേ കളർ ആക്കിയിട്ടുണ്ടോ. അപ്പോൾ പകുതി എത്തുമ്പോൾ പിസ്താഷ്യൽ തീർന്നു പോയി കേട്ടോ. അതുകൊണ്ടാണ് പുറവശം അത്ര കാണാത്തത് കേട്ടോ. അപ്പോൾ ഇനി ഇതിനെല്ലാം കമ്പിയെ ഞാൻ കളർ അടിക്കാൻ മറന്നുപോയത്, പിന്നെ കളർ അടിച്ചു കേട്ടോ. അപ്പോൾ അതിനെല്ലാം നമ്മൾ ഇതിനകത്തോട്ട് ഒരു സ്പഞ്ചും കൂടി വെച്ച് ഇതിനെല്ലാം ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ടോ. ഇപ്പം നമ്മൾ നിങ്ങൾക്ക് അറിയാവുന്ന നമ്മൾ ഈ പല സാധനങ്ങൾ, അവക്കാഡോ, ടെഡി ബിയർ, ലയണിനെ വരെ നമ്മൾ ക്രാഫ്റ്റ് ക്യൂട്ടാക്കി മാറ്റുന്നു. റിയൽ ലൈഫിൽ എന്തൊക്കെ ഡേഞ്ചർ ഉണ്ടോ, ഇഷ്ടമില്ലാത്താണെങ്കിൽ യൂസ് ചെയ്യുന്ന നമ്മുടെ ഈ ക്രാഫ്റ്റ് വേൾഡിനകത്തെല്ലാം ക്യൂട്ടും അസ്തറ്റിക്കും അല്ലേ. അപ്പോൾ എങ്ങനെയുണ്ട്, നമ്മുടെ ഇഷ്ടമായി ഇങ്ങനത്തെ ഫ്ലവർ അല്ല, പക്ഷേ ഒരു സ്ട്രോബെറിയൊക്കെ വെച്ചപ്പോൾ ഒരു ക്യൂട്ട്, എല്ലാവരും തുലിപ്പിനേക്കാൾ ഒരു വ്യത്യസ്തമായിട്ട് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം. ഞാൻ പല ക്രാഫ്റ്റുകൾ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ നമുക്ക് റീച്ച് ചെയ്യാട്ടെന്ന് എനിക്കറിയാം. എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും കാണുകയും ചെയ്യണം കേട്ടോ. മറക്കല്ലേ. ബൈ.